എവക്കിത് എന്തോന്നാണ്? നിന്റെ ആരെങ്കിലും ചത്താ സുരഭി? എവിടെ ഒരു അച്ചാറ് കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞ് ഇവക്കാണല്ലോ ദണ്ണ മുഴുവൻ. അതിലിപ്പോ എന്തിനാണ് കുഴപ്പം? അവര് തുടങ്ങട്ട്. നീ എന്തിനു വിചാരിച്ച നമ്മുടെ അച്ചാർ ആരും മേടിക്കൂലെന്നാ? അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. അവരങ്ങനെ പുതിയ കമ്പനി തുടങ്ങണുണ്ടെങ്കിൽ തുടങ്ങിയതുപോലെ കൂട്ടിക്കോളും. അമ്മ ഇതെന്തോന്ന് അറിഞ്ഞിട്ട് അമ്മ ഈ സംസാരിക്കുന്നത്? അവര് പഴയ ആൾക്കാരാണ്, പുതിയ ആൾക്കാരൊന്നും അല്ല. പണ്ടേ മുളകോടി മാവോടി മല്ലിപ്പൊടിയൊക്കെ ഉള്ള ടീമാണ് ഇപ്പൊ അച്ചാർ കമ്പനി ഇറങ്ങാൻ പോകുന്നത്. ഈ മാവും ഉപ്പും ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇനിയിപ്പോ മനുഷ്യന്റെ വയറ്റത്തടിക്കാൻ അച്ചാറും കൂടി തുടങ്ങാൻ പോകും. അത് മാത്രല്ല, അവര് പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ ഇറക്കുമ്പോ നല്ല പരസ്യം ചെയ്ത് ഇറക്കും. അത് കൊള്ളാമോ ഇല്ലെന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. വലിയ വലിയ സിനിമ നടന്മാരും നടിമാരെയൊക്കെ വെച്ചാണ് തുടങ്ങുന്നത്. അത് കണ്ട് ആൾക്കാർ വാങ്ങിച്ചോണ്ടും പോവും. നമ്മളതാണെങ്കിലാ എന്തോ ചെയ്യും? താഴെ വന്ന് ഈ കിടക്കും എല്ലാം കൂടെ. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അമ്മ. തള്ളേ മക്കള് പറഞ്ഞ പോലെ അവര് മാർക്കറ്റ് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റത്തടിക്കുമല്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? അതാണ് ആലോചിക്കുന്നത്, എന്ത് ചെയ്യൂന്ന്. അതിനെന്തെങ്കിലും ആലോചിക്കണേ. തലയ്ക്കും കൈ കൊടുത്തിരുന്നിട്ട് എന്തിനാണ് കാര്യം? നമ്മൾ ഇനി പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇറക്കിയാലേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാം താഴെ പോവും. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ചെമ്മീൻ അച്ചാർ ഇറക്കിയാലോ? ചെമ്മീനൊക്കെ എല്ലാ കമ്പനിക്കാരും ഇറക്കുന്ന ചേച്ചി. ഞാനൊരു ഐഡിയ പറയട്ടാ. എന്തോന്ന്? ഒടങ്കൊല്ലി അച്ചാർ. എന്റെ അമ്മ ഉടങ്കല്ലി കഴിച്ചിട്ട് ആൾക്കാർ വയറിറങ്ങി ചാവാനാ. ഒന്ന് പോയമ്മ നീറ്റ്. ഞാൻ ഉണ്ടാക്കണ ഒടങ്കല്ലി അച്ചാർ കൂട്ടി ഒരു കാലം ചോറുണ്ടവളാണ് ഇപ്പൊ എന്നോട് ഈ വർത്താനം പറഞ്ഞത്. എന്തിനടി കുഴപ്പം അതിന്? അത് ഞാനല്ലേ കഴിച്ചോളൂ, നാട്ടുകാർ കഴിച്ചില്ലല്ലോ. ആ അച്ചാറിട്ട് എനിക്കറിയാതെ എന്തൊരു നല്ലതാണെന്ന്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, തീർന്നല്ല. ഒരു കാര്യം കൂടി പറയാം. കാന്താരി. വേറെ ഒന്നും കിട്ടുന്നില്ല, ഈ ഉടങ്കല്ലി കാന്താരിക്കേ ഉള്ളൂ. നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ കാന്താരിക്ക് എന്തരടി കുഴപ്പം? എന്തരടി കുഴപ്പം? കാന്താരി കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ല കൊളസ്ട്രോള് കുറയും, രോഗപ്രതിരോധ ശേഷി കുറയുമല്ല കൂടും, പ്രഷർ അല്ല ദഹനം കൂടും. ഇത്രയൊക്കെ പോരെ? ഒരു അച്ചാറുകൊണ്ട് ഇത്രയൊക്കെ കിട്ടിയാ പോരെ? അമ്മ വയസ്സായ കാര്യം മാത്രമേ അമ്മ നോക്കുന്നുള്ളൂ. പിന്നെ കുട്ടികളെ എടുത്ത് കഴിക്കൂ. പിള്ളേർക്ക് 2 മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. അല്ലാതെ എന്തിനാണ്? ഒന്ന് മിണ്ടായിരിക്കാം അവിടെ. ഓ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ മോളെ, നമുക്ക് ഡേറ്റ്സിന്റെ അച്ചാർ ഇറക്കാം. കൊള്ളൂല. അത് കൊള്ളാം ചേച്ചി അല്ലേ? ഞാൻ പറയുമ്പോഴെല്ലാം കൊള്ളൂല, മറ്റുള്ളവരൊക്കെ പറഞ്ഞാൽ നല്ലത്. ഇതിന് മാത്രം ഡേറ്റ്സ് എവിടെ നിന്ന് കിട്ടും? അയ്യോ അത് പേടിക്കണ്ട, എന്റെ ഫ്രണ്ടേ ഹസീൻ ഇറക്കി തരും നല്ല ഡേറ്റ്സ്. നമുക്ക് അത് തുടങ്ങാൻ മോളെ. കിട്ടും, പക്ഷെ അതൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അതിന് നമുക്ക് സിനിമ സ്റ്റാറിനെ വെച്ച് വല്ലതും ചെയ്യാം. ഓ, അവർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം. അതൊന്നും വേണ്ട എന്റെ മോളെ, അവർക്ക് പൈസ കൊടുത്തൊന്നും പരസ്യം ചെയ്യിപ്പിക്കണ്ട. നമുക്ക് മോളുടെ ഫോട്ടോ വെച്ചെങ്കിൽ ചെയ്യാന്നേ. അയ്യേ, എന്റെ ഫോട്ടോ വെച്ചാ? ഒന്ന് പോ ചേച്ചി. കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഇറക്കിയിട്ട് നമ്മളെ ഫോട്ടോ വെച്ചിട്ടാ? അതിനെന്ത്? എന്റെ സുലോചനെ വിവരമുള്ള ആരോടെങ്കിലും പോയി പറ. എന്തോരം ആൾക്കാര് അവനവന്റെ കമ്പനിയില് അവനവന്റെ പരസ്യമൊക്കെ ഇങ്ങനെ വെച്ചേക്കണ്. ഇവക്ക് എന്താണ് കുഴപ്പം? ഇവളാരും ആത്തലമ്മേ. അത് ഞാനും പ്രതീക്ഷ തീരുമാനിച്ചോളാം. അമ്മ ഒന്ന് മിണ്ടാതിരുന്നാണ് അമ്മ. എന്തിനാണ് എല്ലാവരും എന്നെ നോക്കണത്? ഓ ഇനിയിപ്പോ നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ എന്റെ പടം വെച്ചോ, എനിക്കൊരു കുഴപ്പവും ഇല്ല. ഇനിയിപ്പൊ ഞാൻ സമ്മതിക്കാത്തോണ്ട് എന്റെ പടം വെക്കാതിരിക്കണ്ട. വേണ്ട. വേണ്ടേ? എന്തിനാടി എന്റെ പടത്തിന് എന്തിനാണ് കുഴപ്പം? അല്ലെങ്കിൽ നിനക്ക് പെറ്റ തള്ളയുടെ മുഖം 4 പേര് കാണുന്നത് ഇഷ്ടമല്ലല്ല. പ്രതീക്ഷ ഞാൻ ഇവിടെ തീരുമാനിച്ചോളാം. താട്ടെ, ഒരു പ്രാവശ്യവും കൂടി ഞാൻ ചോദിക്കാം. എന്റെ പടം വേണമെങ്കിൽ ഇപ്പൊ പറയണം. നാളെ ചോദിച്ചാൽ ഞാൻ താമസിക്കൂല. വേണ്ട. മറിയാണ് 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 മറിയാണ്. ഞാൻ പോട്ടു. ചേച്ചി പോവല്ലേ? ഞാൻ പോണ്. ചേച്ചി പിണങ്ങിയാ? കണ്ട അമ്മ പണങ്ങി പോയത് കണ്ട.